എന്തിനാ ഓട്ടോയിൽ വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഒരു ടാക്സി പിടിച്ചെങ്കിലും പോരായിരുന്നു. കാശ് ഞാൻ കൊടുത്തേനെ. ഓട്ടോറിക്ഷയിലേക്ക് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് മോശ. അതുകൊണ്ടാണ്. എടാ രാമ, നീ ഇവിടെ എന്തെടുക്ക? നിന്നോട് പുല്ലി എത്താൻ പറഞ്ഞിട്ട് ചെത്തിയോ? ഒന്നിനും ഒരു ഉത്തരവാദിത്വമില്ല. അമ്മ വാ. കല്യാണി, എടി കല്യാണി, എന്താടി ഇത്? നീ ഇവിടെ തൂത്തുവാരിട്ട് പോയതല്ലേ? എന്നിട്ട് എന്തായി കിടക്കുന്നത്? എല്ലായിടത്തും എന്റെ കണ്ണെത്തണമെന്ന് വെച്ചാൽ കുറെ കഷ്ടാണേ. മുറ്റത്തൊരു പ്ലാവിനെ വീണ കെട്ടിയിടാത്ത പെണ്ണ് കണ്ടുപിടിച്ചു. ജോലിക്കാർ ഒത്തിരി ഉണ്ട്. എല്ലാത്തിനും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പാട് തന്നെയാ. എന്തൊരു തണുപ്പാ! എ സി നിനക്ക് ശീലമില്ലാത്തല്ലേ? എനിക്കാണെങ്കിൽ എ സി ഇല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റാണ്ടായി. എന്തോ ഒരു സാരി ചേച്ചിക്ക് തുണിക്കടയിൽ ഇരിക്കണ മാതിരി ഉണ്ട്. ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം അപ്പുറത്തെ മുറിയില്ല. ചേച്ചി, ഇതിന്ന് ഒരു സാരി എനിക്ക് തരുമോ? ഇതിന്നൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ തന്നെ 500 എണ്ണം തികയാൻ 3 എണ്ണം കൂടി വേണം. ആ വിഷമത്തിലാ ഞാൻ. ഞാൻ വെറുതെ ചോദിച്ചല്ലേ. നിനക്ക് ഉടുത്ത് പഠിക്കാനേ വില കുറഞ്ഞ ഒരെണ്ണം ഞാൻ വാങ്ങിത്തരാം. നീ ഒന്നും അവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട. അവക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ഇതാരമ്മയോ? എന്താ മായേ നിന്റെ മുഖത്തൊരു വാട്ടം? എന്റെ ശ്രീമതി വല്ല പത്രാസം കാണിച്ചോ? നീ എന്താ നോക്കി നിൽക്കുന്നത്? പോയി ചായ എടുക്കടി. ഇവക്ക് ഒരാലോചന വന്നിട്ടുണ്ട്. പെണ്ണിനെ അവർക്ക് ഇഷ്ടമായി. നല്ല ആലോചനയാണെങ്കിൽ കേമമായിട്ട് തന്നെ നടത്തണം അല്ലേ? അതിന് പ്രേമേന്ദ്രനെ അറിയിക്കണം. അമ്മ എന്ന് വിളിച്ചാവൻ വരും. അവന്റെ കുഞ്ഞനീത്തിയുടെ കല്യാണമല്ലേ? അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സ്റ്റുഡിയോയിൽ ആദ്യം പോയത്. അപ്പൊ അത് പൂട്ടിയിട്ടിട്ട് ഒത്തിരി നാളായെന്ന് അറിഞ്ഞു. സ്റ്റുഡിയോയിൽ കിട്ടുന്ന കാശ് ഞാൻ ഇവന് ഒട്ടച്ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ. പ്രേമേന്ദ്ര, നല്ല കാറ്, ഇതുപോലെ ഒരു കാറ് മോക്കൊന്ന് വാങ്ങിക്കണം. മോനെ, ഇവക്കൊരാലോചന വന്നിട്ടുണ്ട്. നല്ല കുടുംബക്കാരാ. എന്താടി കൊച്ചേ, നീയും വളച്ചെടുത്ത് ഒപ്പിച്ചതാണോ? അതാണല്ലോ പാരമ്പര്യം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഞങ്ങൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനാ? അങ്ങനെ പറയരുത് മോളെ. നിങ്ങളെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനും കൂടി അമ്മ വന്നത്. പ്രധാന കാര്യം അതല്ല. ഈ പെണ്ണിന്റെ കല്യാണ ആവശ്യം വന്നപ്പോ പ്രേമേന്ദ്രനെ വേണം. അതിനാ? അത് തന്നെ. കല്യാണ ആവശ്യമല്ല, മരണമായാലും ശരി. ഞങ്ങൾ ആ കുടുംബത്തിൽ കാല് കുത്തണമെങ്കിൽ എന്നെ തല്ലി ആ തെണ്ടി ഇവിടെ വന്ന് മാപ്പ് പറയണം. അതല്ല, ഇനിയിപ്പോ വല്ല സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിട്ടാണെങ്കിലേ എന്തെങ്കിലും ഒരു സംഭാവന ഞാനും തരാം. പണത്തേക്കാൾ വലുത് ബന്ധങ്ങളാണെന്ന് മറക്കരുത്. ഇവളുടെ കൈ പിടിച്ചു കൊടുക്കാൻ മൂത്തരാങ്ങള. അത്ര എന്റെ മോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പ്രേമേന്ദ്ര, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വരാം. ബാലേന്ദ്രൻ വന്ന് ഇവളോട് മാപ്പ് പറയട്ടെ. ചേട്ടത്തി നമ്മുടെ അമ്മയെ തള്ളിയിട്ടത് തെറ്റല്ല അല്ലേ? എന്റെ ബാലേട്ടനൊരു അബദ്ധം പറ്റി. ചേട്ടത്തിയുടെ കർണ തന്നടിച്ച ആ അടി ചേട്ടനിട്ടായിരുന്നെങ്കിൽ കുറച്ച് ഗുണം ചെയ്തേനെ. പിന്നെ എന്റെ കല്യാണം നടത്താൻ തീരെ നിവൃത്തിയില്ലാതെ പിരിവിന് വേണ്ടി വന്നതൊന്നല്ല ഞങ്ങള്. എന്റെ അമ്മ എന്റെ പേരിൽ ഒരു ലേലച്ചിട്ട് ചേർന്നിട്ടുണ്ട്. അത് വിളിച്ചെടുക്കും, കല്യാണം അന്തസ്സായിട്ട് നടത്തുകയും ചെയ്യും. പിന്നെ നിങ്ങളൊക്കെ കല്യാണത്തിന് പങ്കെടുത്തില്ല എന്ന് കരുതി എന്റെ കല്യാണം എങ്ങാനും മുടങ്ങി ഞാനൊരു കെട്ടാ പെണ്ണായിട്ട് നിന്ന് പോയാ അങ്ങനെ നിക്കട്ടെ. എന്നാണ് ശാരദ ടീച്ചറുടെ ഇളയ മോളാണെന്നുള്ള അഭിമാനത്തോടെ തന്നെ ആ വീട്ടിൽ ഞാൻ എന്നും കഴിഞ്ഞോളാം. അമ്മേ, 1,90,000 രൂപ. 1,85,000. 1,85,000. 1,85,000 രൂപ. 1,85,000. 1,80,000. 1,80,000 രൂപ. 1,75,000. ലേലം ഉറപ്പിച്ചോളൂ. 1,75,000 ഒരു തരം. 1,75,000 രണ്ട് തരം. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 1,75,000. 1.5 ലക്ഷം. രൂപയ്ക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ടീച്ചറിന്റെ മോളെ ചിട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർമ്മിച്ചത്. വളരെ താങ്ക്സ് കേട്ടോ. 1.5 ലക്ഷം ഒരു തരം. 1,45,000. 1.30. വിശാലാക്ഷി, വൈരാഗ്യം തീർക്കരുത്. കല്യാണാവശ്യത്തിനുള്ള കാശ്. ഒന്നുമല്ലെങ്കിലും നമ്മള് ബന്ധുക്കളാ. ബന്ധങ്ങളെക്കാൾ എനിക്ക് വലുത് പണമാ. 1,30,000 ഒരു തരം. 1,30,000 രണ്ട് തരം. 1,25,000. 1 ലക്ഷം. ഒന്നും തോന്നരുത്. ഞാനൊരു പുതിയ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ ഡെലിവറി എടുക്കണം. കുറച്ച്
കുറച്ച് രൂപയുടെ കുറവുണ്ട്. 1 ലക്ഷം 1 തരം, 1 ലക്ഷം 2 തരം, 1 ലക്ഷം 3 തരം. എങ്കിൽ ഞാൻ വരട്ടെ ടീച്ചറെ. കല്യാണത്തിന് ക്ഷണിക്കുമ്പോ എന്റെ പേര് മറക്കണ്ട. ശേഖരൻകുട്ടി, പ്രഭാവതി ശേഖരൻകുട്ടി. എന്താ നിന്റെ ഹസിന്റെ പേര്? ശേഖർ. കേൾക്കുമ്പോ തന്നെ ഒരു വെയിറ്റ് ഉണ്ട്. പ്രഭാവതി ശേഖർ. പറയാൻ തന്നെ ഒരു സുഖമുണ്ട്. ആ ശേഖരേട്ടാ, നമുക്ക് ആ കുട്ടിയെ മാറ്റിയിട്ട് ശേഖർ എന്ന് മാത്രം പോരെ? എന്റെ അച്ഛന്റെ പേര് മാധവൻകുട്ടി എന്നായിരുന്നു. അമ്മ ആ കുട്ടിയെ അങ്ങ് മാറ്റി മാധവ് എന്നാക്കിയതായി എനിക്കറിയില്ല. ഒരു പഴമയുണ്ട്, അതുകൊണ്ടാ. ഇപ്പൊ പേരിന് പഴമ, കുറെ കഴിയുമ്പോ ഞാനും പഴയതാവോ? ശേഖരേട്ടാ, എത്ര കാർ ഇവിടെ കിടപ്പുണ്ട്? ഏതെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോയിക്കൂടെ? ഈ ജോലിക്കാരോടൊപ്പം ഒന്നിച്ചു പോയി ഒന്നിച്ചു വന്ന് അവനവന്റെ വിലകളെയാ സ്വയം. നിന്നോടൊത്ത് യാത്ര ചെയ്തപ്പോഴോ, നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴോ, നിന്നെ കല്യാണം കഴിച്ചപ്പോഴോ എന്റെ വിലയ്ക്ക് കുറവ് വരേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് വന്നോ? അവനവന്റെ വില അവനവൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. സ്നേഹത്തിലൂടെ, വിനയത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ. പണ്ടെന്റെ പഠിത്തമൊക്കെ പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ മുതൽ നീ കമ്പനി ജോയിൻ ചെയ്തോളാൻ. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയ ഞാൻ അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന MD-യുടെ ചെയറിൽ ഗമയോടെ കയറിയിരുന്നു. അത് കണ്ടുവന്ന എന്റെ അച്ഛൻ എന്താ ചെയ്തെന്നറിയാമോ? എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്റ്റൂൾ കാണിച്ചു വന്നു. ഒപ്പം ഫസ്റ്റ് പോസ്റ്റിംഗ് പ്യൂണിൻ്റെത്. കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും അച്ഛൻ എനിക്ക് പ്രൊമോഷൻ തന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാൻ ആ മാനേജിംഗ് ഡയറക്ടർ സീറ്റിലെത്തി. അതുവരെ ഞാൻ വന്നു പോയിക്കൊണ്ടിരുന്നത് ഈ കമ്പനി ബസ്സില ഇന്നും. അതുകൊണ്ട് ഞാൻ ഒത്തിരി പഠിച്ചു. പഠിക്കും തോറും വളരും, വളരും തോറും പഠിക്കണം. അത് ഭർത്താവിനെ കുറിച്ചായാലും വീട്ടുകാരെ കുറിച്ചായാലും ഓഫീസ് കാര്യമായാലും. ആ ബസ് വന്നു. വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് വരണോന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുക. സമയം കിട്ടണ്ടേ? നമ്മള് കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അത് സാധാരണ. ഞാനും പ്രഭാവതിയും തമ്മിൽ എന്തിനാ വഴക്ക്? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ വന്നതേ പ്രഭയെ ഞങ്ങളുടെ ക്ലബിൽ ചേർക്കാനാ. ക്ലബിലെ മറ്റു അംഗങ്ങൾ എല്ലാരും ചോദിക്കുന്നു, പ്രഭ എന്താ ക്ലബിൽ ചേരാത്തെന്ന്. അതിനെന്നെ ആരെങ്കിലും അറിയോ? കൊള്ളാം, അറിയോന്നോ? ഇത്രയും വലിയ കോടീശ്വരി ആരെങ്കിലും അറിയായിരിക്കുമോ? ഈ വരുന്ന 13-ാം തീയതി ക്ലബിലെ ഇലക്ഷനാ. സെക്രട്ടറിയേറ്റ് ഞാൻ പ്രഭയുടെ പേരാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേരോ? എന്താ കുഴപ്പം? പ്രഭ സെക്രട്ടറി ആയ ബന്ധുക്കാരി എന്ന നിലയിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കല്ലേ. ഒഴിവാകാൻ നോക്കരുത്. അയ്യോ അതല്ല, 13-ാം തീയതിയാണ് മായയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഓ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞ അറിയാതാണെങ്കിലും ഞാൻ ടീച്ചറിനോട് ഒരു നെറികേട് കാണിച്ചു. ഞാനൊരു ചിട്ടി പിടിച്ചു. അത് ടീച്ചറ് കല്യാണ ആവശ്യത്തിന് പിടിക്കാൻ വെച്ചിരുന്ന ചിട്ടിയാണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ല, ശേഖരൻകുട്ടിയുള്ളപ്പം ടീച്ചറിന് എന്തിനാ ചിട്ടി? കല്യാണ ചെലവ് മുഴുവൻ നടത്തുന്നത് ശേഖരൻകുട്ടിയല്ലേ. അതിന് അമ്മ ഇതുവരെ ഒരു സഹായവും ഞങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. അത് പ്രഭയെ അറിയിക്കാഞ്ഞിട്ടായിരിക്കും. ശേഖരൻകുട്ടി തന്നെയാ കല്യാണം മുഴുവനും നടത്തുന്നത്. ആ, അമ്മയും കൂടപ്പുറപ്പും ഒന്നും ഇല്ലാത്ത ആളല്ലേ. എല്ലാവരുടെയും പെട്ടെന്നുള്ള സ്നേഹം കാണുമ്പം ആരും മയങ്ങിപ്പോവും. ഇപ്പൊ ശേഖരൻകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്നാ നാട്ടുകാര് പറയുന്നത്. അത് വെറുതെ പറയണതാ. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, താനേ മനസ്സിലാവും. ഭർത്താവിന്റെ സ്നേഹം പങ്കിട്ടു പോകാൻ ഒരു ഭാര്യയും ഇഷ്ടപ്പെടാറില്ല. എങ്കിൽ ഞാൻ വരട്ടെ. ക്ലബിൽ മെമ്പർ ആവുന്ന കാര്യം മറക്കരുത്. ഞാൻ ഇനിയും വരാം. ബൈ. ഹലോ, ശേഖരൻകുട്ടി ഹിയർ. ഞാനാ. ശേഖരേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരണം. എന്തിനാ? ചുമ്മാ ഒന്ന് കാണാൻ. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? വരണമെന്ന് പറഞ്ഞ വരണം. ദേ, എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ല. വരാൻ പറ്റില്ല. 1/2 മണിക്കൂറിനകം എത്തണം. ഞാൻ കാത്തിരിക്കും.
ശ്ശോ, ഈ പെണ്ണുങ്ങളുടെ ഓരോ കാര്യങ്ങൾ. എന്താ? സാറിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. ആ ഗസ്റ്റ് റൂമിലോട്ട് ഇരുത്ത്, ഞാനിപ്പോ വരാം. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച്? അത് വേണ്ട, ഞാൻ പറയാം. കല്യാണ ആവശ്യത്തിന് ഒരു ചിട്ടി പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. എന്റെ പരിചയത്തിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, അത് പൂട്ടിക്കിടക്കുക. ശേഖരൻകുട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ആധാരം പണയം വെക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കി തരണം. വേറൊരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് വിഷമമുണ്ട് എന്നെ ഒരു അന്യനായി കാണുന്നതിൽ. അമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയാണ് സ്നേഹിക്കുന്നത്. തിരിച്ചും സ്വന്തം മകനോടെന്ന പോലെ പെരുമാറിക്കൂടെ? എന്റെ സഹോദരിയുടെ കല്യാണത്തിന് കിടപ്പാടം പണയം വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നൂടെ? ഹലോ. ശേഖരേട്ടനുണ്ടോ? ഇല്ല, പുറത്തു പോയി. മാഡത്തിന്റെ അമ്മ വന്നിരുന്നു, അവരോടൊപ്പാ പോയത്. ഇപ്പൊ ശേഖരൻകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിണക്കത്തിലാണല്ലേ? ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നിയപ്പോ വരാൻ പറ്റിയില്ല. ഒന്ന് ക്ഷമിക്കെന്റെ ശ്രീമതി, എനിക്കൊരല്പം തിരക്കായി പോയി. എന്റെ വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ ഈ തിരക്കില്ലായിരുന്നല്ലോ. അത് ശരി, അമ്മയും ഭാർഗവേട്ടനും ഓഫീസിൽ വന്ന് അറിഞ്ഞല്ലേ? ഒളിച്ചു വെക്കാനായിരുന്നു ഉദ്ദേശം അല്ലേ? ചാടിക്കടിക്കാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിനാ ഞാൻ പോയത്. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ട സർവ്വ ചെലവും ഞാൻ വഹിച്ചോളാമെന്ന് നിന്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്തു. അവിടുത്തെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഇപ്പോഴെങ്കിലും എന്നെ അറിയിച്ചതിൽ സന്തോഷമുണ്ട്. നീ എന്തായി പറയുന്നത്? ഞാനത് നേരത്തെ അറിഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു. അതിന് ഇതിപ്പോ തീരുമാനിച്ചതല്ലേ ഉള്ളൂ. എന്റെ വീട്ടുകാരെ സഹായിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മട്ടും മാതിരിയും പെരുമാറ്റമൊക്കെ കണ്ടാ തോന്നും ഞാൻ വന്നു കയറിയ പെണ്ണും ശേഖരേട്ടൻ ആ കുടുംബത്തിലെയാണെന്ന്. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ സഹായിച്ചത് നിന്റെ വീട്ടുകാരെയാ. ശേഖരേട്ടൻ എന്റെ ഭർത്താവാ. എന്റെ സൗന്ദര്യവും എന്റെ സ്മാർട്ട്നെസ്സും എന്റെ വിദ്യാഭ്യാസവും കണ്ട് എന്നെ കല്യാണം കഴിച്ച എന്റെ മാത്രം ശേഖരേട്ടൻ. നീ എപ്പോഴും പറയാറുള്ള നിന്റെ സൗന്ദര്യവും നിന്റെ സ്മാർട്ട്നെസ്സും നിന്റെ വിദ്യാഭ്യാസവും നിനക്കുള്ള പ്ലസ് പോയിന്റുകളായിരുന്നു, സമ്മതിച്ചു. പക്ഷെ നിന്നെ കെട്ടിയത് ഞാൻ പോലും അമ്മയെന്ന് വിളിക്കാൻ കൊതിച്ച എന്നെ പഠിപ്പിച്ച ആ ടീച്ചറുടെ മോളായതുകൊണ്ടാ. ആ ടീച്ചറുടെ സ്വഭാവ മഹിമ നിന്നിലുണ്ടെന്ന് കരുതിയട്ടാ. ആ ധാരണ നീ തെറ്റിക്കരുത്. എന്തിനാ മോളെ ഈ പിടിവാശി? ഞാനിതെല്ലാം ചെയ്തത് നിനക്കൂടി സന്തോഷമാവുമെന്ന് കരുതിയിട്ടില്ലേ? ദേ, ഇനി നിന്നോട് ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പോരെ, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. ചെല്ലടി. ആ, ഈ പെട്ടിയുടെ കൊണ്ടുപോയി. എന്റെ ദൈവമേ. ആ, ദേവനെ, തിങ്കളാഴ്ചയാണ് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ശരി, അപ്പൊ അതും തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? തന്നെ തന്നെ പോയി എടുത്താ മതി. നന്നായിരിക്കുന്നല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട കളറിങ്ങിന് ഒത്തു കിട്ടൂന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. അല്ല, നിന്റെ ഒരു തലയിലെടുത്തേ എല്ലാ സമയത്തിന് മുന്നിലെത്തി. എന്റെ കല്യാണത്തിന് ഇങ്ങനെ സഹായിക്കാൻ ഒരാളും ഇല്ലായിരുന്നു. ശേഖരേട്ടന്റെ മനസ്സതി ആർക്കാ ഉള്ളത്? മനസ്സുണ്ടായാലും കാശില്ലേ, തീർന്നില്ലേ? എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ല കേട്ടോ. അതെന്താ? നമുക്കിട്ട് വെക്കണത് നീ ശ്രദ്ധിച്ചോ? ആഹാ, വെച്ചടാ. വേണ്ട, മൗനം വിദ്വാനുഭൂഷണം. നിനക്കും പോയിക്കോ. ഭാർഗവേട്ടൻ എങ്ങോട്ടാ? ഒരു കൊട വാങ്ങിക്കാൻ പോവാ. ഈ അർദ്ധരാത്രിക്കോ? അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നു നീ കേട്ടിട്ടില്ലേ? ഒരു കൊടയുടെ ആവശ്യം ഇപ്പൊ നിന്റെ ഭാര്യക്കുണ്ട്. ഒന്നുകിൽ നീ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ഈ ഭാർഗവേട്ടന്റെ ഒരു തമാശ. തമാശയല്ല, കാര്യ. ശേഖരൻകുട്ടി, ഇത് നിനക്കാ ജുബ്ബയുമുണ്ട്. അയ്യേ, ഇതുപോലത്തെ ഫംഗ്ഷന് ചേട്ടൻ ഇതൊന്നും ഇടൂല. സ്യൂട്ടാ ധരിക്കാറ്. ഷൂട്ടോ? അതൊക്കെ വലിയ പണക്കാരിടുന്ന പാന്റും കോട്ടുവാ. ഓ, അതാണോ? ഇത് നിനക്കാ സാരിയാ. അതിനെന്ത് വില കൊടുത്തു? 500 രൂപയാ. എനിക്കും അതേ വിലയുടെ അമ്മ മേടിച്ചു തന്നത്. ഇതും കൂടി ചേച്ചി എടുത്തോ. എന്നെയൊക്കെ കല്യാണത്തിന് ഒത്തിരി പേര് ശ്രദ്ധിക്കില്ലേ, അപ്പൊ നാണക്കേടാ.
നിനക്കും വേണ്ട ജുബൈമുണ്ടും? പാന്റും ഫുൾ സ്ലീവ് ഷർട്ടും കഴുത്തേൽ ഒരു കുരുക്കും കെട്ടി വേസ്റ്റ് കോട്ടും അതിന്റെ മേലൊരു കോട്ടും ഒക്കെ ഇട്ട് വടി പോലെ നിന്നാൽ അതിനൊരു ജെന്റൽ ലുക്കാ. പക്ഷേ അതിനൊരു മലയാള തനിമയില്ല. അമ്മ ആ മുണ്ടും ജുബൈഞ്ഞോട്ട് തന്നേ, ആ സാരി ഇഞ്ഞ് തന്നേ. ഇതവൾ ഉടുക്കും. ഇതുടുത്തോണ്ടേ അവള് കല്യാണത്തിന് വരും. ഇല്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ?